പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷത്തിന്റെ നാളുകൾ തുടങ്ങിയതായി സൂചന. ട്രംപിന്റെ അനുഗ്രഹത്തോടെ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നു. ഇറാൻ തങ്ങളുടെ മുഖ്യ ശത്രുവാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പ്രസ്താവിച്ചത് ശ്രദ്ധേയം. ഈ പ്രസ്താവനയോടുകൂടി ഇറാനെ ഇസ്രായേൽ ആക്രമിക്കും എന്നത് ഏകദേശം ഉറപ്പായി. ഇറാനാകട്ടെ ആണവശക്തിയായി മാറിക്കഴിഞ്ഞു റഷ്യയുടെ സഹായത്തോടെ. മാത്രമല്ല, റഷ്യയിൽ നിന്നും അത്യന്താധുനിക യുദ്ധവിമാനങ്ങൾ വരുത്തിക്കഴിഞ്ഞു ഇറാൻ. ചുരുക്കത്തിൽ ഇറാൻ യുദ്ധ സജ്ജരാണ്. ഈ സാഹചര്യത്തിൽ ഇറാൻ പശ്ചിമേഷ്യയിൽ വളർന്നു വരുന്നത് അമേരിക്കയ്ക്കും നമ്മുടെ ഇസ്രായേലിനും നെതന്യാഹുവിന്റെ ഇസ്രായേലിനും ഒന്നും താങ്ങാൻ കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറാകുന്നു എന്നതിന്റെ സൂചന നെതന്യാഹു നൽകിക്കഴിഞ്ഞു. ചുരുക്കത്തിൽ പശ്ചിമേഷ്യ വീണ്ടും സമാധാനമില്ലായ്മയുടെ യുദ്ധത്തിന്റെ നാളുകളിലേക്ക് പോവുകയാണ്. ഇറാനെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് നെതന്യാഹു രംഗത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ നെതന്യാഹു പറയുന്നത് ഇറാനാണ് ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഹൂതികളെയും വളർത്തുന്നത് എന്നാണ്. അത് ഏറെക്കുറെ സത്യവുമാണ്. ഇറാന്റെ ആയുധങ്ങളും ഇറാന്റെ സൈനിക പരിശീലനവും ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതാണ് അവർ ശക്തമായി പോരാടാനുള്ള കാരണം. ഈ സാഹചര്യത്തിലാണ് ഇറാനെ ആക്രമിക്കാൻ വമ്പൻ പദ്ധതിയിടുന്നത് നെതന്യാഹു. അതിന് ട്രംപിന്റെ അനുഗ്രഹവുമുണ്ട്. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം തീർന്നെങ്കിലും വീണ്ടും അത് സംഘർഷത്തിന്റെ പാതയിലേക്ക് പോവുകയാണ്. ബന്ദിമോചനത്തിനെ കുറിച്ചുള്ള അനുരഞ്ജന ചർച്ചകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാളുന്ന അവസ്ഥയാണ് ഉള്ളത്. എന്തായാലും ഇസ്രായേൽ ഇപ്പോൾ ഇറാനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ട്രംപിന്റെ അനുഗ്രഹവും ഇസ്രായേലിനുണ്ട്. പശ്ചിമേഷ്യയിൽ സമാധാനം അകലെ എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ സൂചിപ്പിക്കുന്നത്. ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ ഇറാൻ ശക്തമായി തിരിച്ചടിക്കും എന്നത് ഉറപ്പാണ്. അതിനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും അവർ നടത്തിക്കഴിഞ്ഞു. ഇതൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ഇതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ ട്രംപിന്റെ അനുഗ്രഹം ഇസ്രായേലിനുണ്ട്. ട്രംപിന്റെ താൽപര്യം, ട്രംപിന്റെ ആഗ്രഹം ഇസ്രായേലിലൂടെ നടപ്പാക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. അത് നെതന്യാഹു എന്ന ശിഖണ്ഡിയെ ഉപയോഗിച്ച് നടപ്പാക്കുക. അതാണ് ട്രംപിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം ട്രംപ് നിറവേറ്റാനുള്ള ശ്രമത്തിലാണ്. അതിന്റെ സൂചനയാണ് ഇറാനെതിരെ അപ്രതീക്ഷിതമായി നെതന്യാഹു തിരിഞ്ഞിരിക്കുന്നത്. ഇറാൻ തങ്ങളുടെ ശത്രുവാണെന്നും തങ്ങളുടെ ശത്രുക്കളെ സഹായിക്കുന്ന ഇറാനെ ആക്രമിക്കുമെന്നും സൂചിപ്പിച്ചുകൊണ്ട് നെതന്യാഹു രംഗത്ത് വന്നിരിക്കുന്നു. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള തർക്കം വലിയൊരു യുദ്ധത്തിലേക്ക് പോകുന്നു എന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്.